നീണ്ട 4 തോൽവിക്ക് ശേഷം മുംബൈ ഇന്ത്യൻസ് തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മുംബൈ ഇന്ത്യൻസ് ഇസ് ബാക്ക്. സോ എനിക്ക് മുംബൈ ഇന്ന് ജയിക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പറയുമ്പോൾ നമ്മൾ മറ്റേ എനിമീസ് ആണ്, മറ്റേതാണ്, മറിച്ചതാണ്. ബട്ട് ദേ ഡിസേർവ് ബെറ്റർ. ഡെഫിനറ്റ്ലി അടിവാരത്ത് കിടക്കേണ്ട ഒരു ടീമേ അല്ല മുംബൈ ഇന്ത്യൻസ്. പിന്നെ ഗുജറാത്ത് ടൈറ്റൻസ് ആയിട്ടാ കളി. എനിക്ക് പേഴ്സണലി ഗുജറാത്തിന്റെ കളി എന്നും ഒരു നിർഗുണ കളിയായിട്ടാ തോന്നുന്നത്. ഞാൻ അവരെ കളി കണ്ടിട്ട് ഇരുന്ന് ഉറങ്ങിയിട്ട് വരെ ഉണ്ട്. സോ ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഗുജറാത്ത് ടൈറ്റൻസ് ആൻഡ് ദെയർ പെർഫോമൻസ്. സോ കളി തുടങ്ങി. ഞാൻ ഇരുന്നിട്ട് മറ്റേ ETV വിന്നിൽ യൂഫോറിയ പറഞ്ഞിട്ടൊരു പടം വന്നിട്ട് എല്ലാവരും അടിപൊളി പടമാണെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പൊ അത് കാണാൻ പറഞ്ഞിട്ട് ഇരുന്നാണ്. നോക്കുമ്പോൾ സബ് ടൈറ്റിൽ ഇല്ല. ഇപ്പൊ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഡീകോക്ക് 1 ഫോമിലാണ് നിൽക്കുന്നത്. ഏതൊരു പുതിയൊരു പയ്യൻ ഓപ്പണിംഗ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്കോർ നോക്കുമ്പോ 2 എണ്ണം ഓൾറെഡി പോയിരിക്കും. ഞാൻ വെച്ചാൽ ആകാശം മണ്ണന്റെ ദിവസമാണെന്ന് ഒരു 6 അടിക്കുന്നു 4 അടിക്കുന്നൊക്കെ കണ്ടു. റബാഡ മാൻ എടുത്തു പറയണം. ഗുജറാത്ത് ജയിച്ചോ ഇല്ലയോ ദാറ്റ് ഡസന്റ് മാറ്റർ. എനിക്ക് ടീമിന് ഇഷ്ടമല്ല. സ്റ്റിൽ റബാഡയുടെ ഇന്നത്തെ ബോൾ കിട്ടുമായിരുന്നു. 152, 150, 152. അതിൽ നമ്മുടെ ആകാശം മണ്ണന്റെ കുറ്റി തെറിപ്പിച്ചൊരു ബോൾ ഉണ്ട്. പെട്ട സാധനമായിരുന്നു. 2 സ്റ്റംപ് പറക്കുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ആകാശം മണ്ണൻ ഈ അടുത്ത കാലത്തൊന്നും ഫോമിൽ വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ മാച്ചിന്റെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് എവിടെയാണെന്ന് വെച്ചാൽ ഹാർദിക് പാണ്ഡ്യ ബാറ്റിംഗിന് ഇറങ്ങിയ സമയമാണ്. തിലക് വർമ്മ അത്രയും നേരം ടക്കാണ്. നമാൻ ദിറാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഗൈ പ്ലേഡ് റിയലി വെൽ. സമ്മതിക്കണം. കാരണം ആ ഒരു 3 വിക്കറ്റ് പോയ സമയത്ത് തിലക് വർമ്മ ടൊക്കുമ്പോഴും ആ ചെറുക്കം വന്ന് നല്ല വൃത്തിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി ഡിസേർവ്സ് സം ക്രെഡിറ്റ്. ഹാർദിക് പാണ്ഡ്യ വന്നിട്ട് ഈ മറ്റേ സ്ട്രാറ്റജിക് ടൈം ഔട്ട് സമയത്ത് തിലക് വർമ്മയുടെ തന്തയ്ക്ക് വിളിച്ചോന്ന് അറിയില്ല. അജാദി എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഓഡിയോ അവൈലബിൾ ആയിരുന്നില്ല. എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്ട്രാറ്റജിക് ടൈം ഔട്ട് കഴിഞ്ഞ് ഫ്രം ദ വെരി നെക്സ്റ്റ് ബോൾ അണ്ണൻ ടോപ്പ് ഗിയറിലോട്ട് അങ്ങോട്ട് കയറി 6-4. അത്രയും നേരം കണ്ട തിലക് വർമ്മയെ അല്ല. ഇതിനെ കുറെ രീതിയിൽ എടുക്കാം. ചിലവർ ഇത് ഭയങ്കര ഒരു ഹറാസ്മെന്റ് ആയിട്ട് കാണും, ചിലവർക്ക് ഇത് ഭയങ്കര പ്രഷർ ഉണ്ടാക്കും. ബട്ട് ദിസ് ഗായ് തിലക് വർമ്മ യൂസ്ഡ് ഇറ്റ് വെരി വൈസ്ലി. 2 ടീമിന്റെ ബാറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ ആ മുഴച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ എടുത്തു പറയുന്നുണ്ട് തിലക് വർമ്മയുടെ പെർഫോമൻസ് ആ. ദാറ്റ്സ് ദ ഡിഫറൻസ്. ആ ഒരൊറ്റ ഡിഫറൻസ് കൊണ്ടാണ് ഇന്ന് മുംബൈ ജയിച്ചത്. യജാതി കളി. എസ്പെഷ്യലി 18ാമത്തെ ഓവറിൽ ചെറുക്കനെ അടിച്ച് വിട്ടുണ്ട്. ഇത്രയും ഉപദേശം കൊടുത്ത ഹാർദിക് പാണ്ഡ്യ ചെയ്തത് എന്താണ്? 16 ബോൾ 15. ഈ മറ്റേ വായ്ത്താളും ഷോ ഓഫും മാത്രമേ ഉള്ളൂ. ആറ്റിറ്റ്യൂഡിന് ഒരു കുറവും ഇല്ല. ഓറാ ഫാമി അല്ലേ? എന്നിട്ട് അണ്ണൻ സുഖമായി കയറിപ്പോയി ചായ കുടിക്കുന്നുണ്ടായിരുന്നു. തിലക് വർമ്മ എന്തൊക്കെ എല്ലാവരും ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവൻ ഞാൻ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു തിലക് വർമ്മയൊക്കെ കഴിഞ്ഞ കളിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ ടീമിൽ നിന്ന് എടുത്ത് മാറ്റുന്നു. കിട്ടു പെർഫോമൻസ് ആയിരുന്നു. യജാതി കളി. ഔട്ട്സ്റ്റാൻഡിങ് ഫാക്ടർ എന്നൊക്കെ പറയില്ലേ ഈ ഒരു മാച്ചിന്റെ, അതാണ് തിലക് വർമ്മ. സോ ഓൾമോസ്റ്റ് 200 ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങി. ബുംറ. വേറെ എന്ത് വേണം? വെൻ യു ഹാവ് ദ ബെസ്റ്റ് ആ ടീമിന്റെ ബെസ്റ്റ് അല്ല, ബെസ്റ്റ് ബൗളർ ഇൻ ദ എൻറ്റയർ T20 ഫോർമാറ്റ് എടുത്തു. സായി സുദർശന്റെ ഫസ്റ്റ് ഓവർ തന്നെ എടുത്തു. ഫസ്റ്റ് ബോളിൽ തന്നെ എടുത്തു. ഈ ഗുജറാത്ത് എന്തൊക്കെ അടുപ്പിച്ച് 2 കളി ജയിച്ചിട്ട് പറഞ്ഞാലും ഇതൊരു നിർഗുണ ടീമാണ്. അത് എന്നെ ഇപ്പൊ വന്ന് തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ദാറ്റ്സ് ദ ഫാക്ട്. അക്സെപ്റ്റ് ദ ഫാക്ട് ലേഡീസ്. കാരണം ലേഡീസ് പറയാൻ കാരണം ഗുജറാത്ത് ഫാൻസ് കൂടുതൽ ലേഡീസ് ആണ്. ഗില്ലിനെ എന്തോ പറഞ്ഞപ്പോ എത്ര തെറിയ പെണ്ണുങ്ങൾ വന്ന് എന്നെ വിളിച്ചെന്ന് അറിയൂ. ഈ സായി സുദർശൻ അതേപോലെ ഗിൽ, ദാറ്റ് ഗൈ, അവര് 2 പേര് നിന്ന് കഴിഞ്ഞു വെച്ചാൽ അവര് ജയിക്കും. അവർ ഉറപ്പായി ജയിക്കും. പക്ഷെ ഈ 2 എണ്ണം ആദ്യം പോയി കഴിഞ്ഞു വെച്ചാൽ ഒരൊറ്റൊരുത്തിനും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഹിറ്റേഴ്സ് പോലും ഇല്ല. ഈവൻ ദേ ഡോണ്ട് ഈവൻ ഹാവ് എ ഫിനിഷർ. ബട്ട്ലർ ആണ്ടിൽ അമാവാസിക്കും കളിക്കും. മറ്റേ വേൾഡ് കപ്പിൽ ആളുടെ ഫോം നോക്കിയാൽ മതി. ഇപ്പൊ ഈ എന്തോ 1-2 കളി കളിച്ചിട്ടുണ്ടായിരുന്നു. ആണ്ടിൽ അമാവാസിക്ക് ബട്ട്ലർ കളിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഗ്ലെൻ ഫിലിപ്സ് കിഡു ഫീൽഡറാണ്, സൂപ്പർമാൻ ആണ്. ഇവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറത്ത് ചാടി പിടിക്കും. ഒക്കെ ശരിയാണ്. ബട്ട് ആസ് എ ബാറ്റ്സ്മാൻ അണ്ണൻ ലോക തോൽവിയാണ്. ഫിലിപ്സ് എന്നാണ് അവസാനം ഒരു കളി മര്യാദ കളിച്ചിട്ടില്ല? ആരെങ്കിലും ഒന്ന് പറഞ്ഞ കേക്കട്ടെ. അണ്ണൻ ഒരു പ്രോപ്പർ ആയിട്ട് 6 അടിക്കാൻ പോലും അറിയില്ല. എന്നോ കഴിഞ്ഞ കൊല്ലാണ് തോന്നുന്നു ഏതോ ഒരു കളി മര്യാദ കളിക്കാൻ ഞാൻ കണ്ട്. ആസ് എ ഫീൽഡർ ഹി സംതിങ് ഗ്രേറ്റ് ആൻഡ് ആസ് എ ബാറ്റ്സ്മാൻ അട്ട വേസ്റ്റ് ആണ്. വാഷിംഗ്ടൺ സുന്ദർ ഇടയ്ക്കൊക്കെ നന്നായി കളിക്കുന്ന കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ ഫ്ലൂക്കാണ്, പറയാനൊന്നും പറ്റില്ല. എപ്പൊ കളിക്കും കളിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. റഷീദ് ഖാനൊക്കെ അടിച്ചു. പക്ഷെ റാഷിദ് ഖാൻ അടിക്കണം വെച്ചാൽ റഷീദ് ഖാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ഇല്ല.
പിന്നെ ഏതാ ഷാറുഖ് ഖാനോ സൽമാൻ ഖാൻ അങ്ങനെ ഏതൊരു പ്ലെയർ. എന്നാടെ ഇവനൊക്കെ അവസാനം കളിച്ചിരിക്കുന്ന ഒരു കളി മര്യാദയ്ക്ക്? രാഹുൽ തെവാട്ടിയെ രാജസ്ഥാനിൽ കളിക്കുന്ന സമയത്ത് 2 കളി കളിപ്പിച്ച് ജയിച്ചിട്ടുണ്ട്. പിന്നെ ഗുജറാത്തിൽ വന്നതിന് ശേഷം അണ്ണൻ ബോളിംഗ് കൂടി ചെയ്യുന്നില്ല. എനിക്ക് മനസ്സിലാക്കി ഹി വാസ് ആക്ച്വലി വെരി നൈസ് സ്പിന്നർ രാജസ്ഥാന് വേണ്ടി കളിക്കുമ്പോ. അപ്പൊ ആള് ബോളിംഗും ഇല്ല, ബാറ്റിംഗ് ഒട്ടും ഇല്ല. പണ്ടത്തെ ആ മറ്റേ 5 ബോളിൽ 30 ആ സംഭവം ഒന്നും ഇല്ലപ്പോ. 10 ബോളിൽ 20 റൺ വരെ എടുക്കാൻ മുക്കാണ്. പിന്നെ ആര് വന്ന് ബാറ്റ് ടീം പറഞ്ഞിട്ടാണ്? ജേസൺ ഹോൾഡർ ഒക്കെ ഇവർ എടുത്തിട്ടുണ്ട്. ഇനി ഹോൾഡറിനെ ബൾബ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണോ അല്ല അറിയാൻ ചോദിക്കുകയാണ്. എടേ നമ്മൾ എടുക്കാൻ നിന്നാണ്, CSK എടുക്കാൻ നിന്നാണ് മറ്റേ ഹോൾഡറിനെ. അന്ന് നിങ്ങൾ പൈസ കൂട്ടി വിളിച്ചിട്ട് അവനെടുത്തു, എന്നിട്ട് ഇറക്കണമില്ല. ഇവരുടെ ബാറ്റിംഗ് വൻ ശോകമാണ്. ബോളിംഗ് ആക്ച്വലി നൈസ് ആട്ടോ, ഒരുവിധം ഈ കണ്ട കളികളിലൊക്കെ നൈസാ. ഇപ്പൊ റഷീദ് ഖാൻ അടിപൊളിയായിട്ട് ബോൾ ചെയ്യുന്ന സമയത്ത് ഐ ഫൈൻഡ് ദാറ്റ് സാഡ്നറിനും അതേപോലെ തന്നെ മറ്റേ പയ്യൻ അശ്വിനി കുമാറോ അങ്ങനെ എന്തുകൊണ്ട് പേര് വന്നു, ആ പയ്യന് നന്നായിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് പേഴ്സണലി തോന്നിയായിരുന്നു. ബിക്കോസ് റാഷിദ് ഖാൻ കുറച്ച് ടേൺ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇവരായിരിക്കും ഇതിന്റെ ഡിസൈഡിങ് ഫാക്ടറിന്. അതേപോലെ തന്നെ ആയി. ഗുജറാത്തിന്റെ ബോളിംഗിൽ ഇടയ്ക്ക് പ്രസീദ് കൃഷ്ണ ഒരു വൈറ്റൽ ബ്രേക്ക് ത്രൂ കൊണ്ടുവരും, ഇടയ്ക്ക് അണ്ണൻ പൂര ചെണ്ടയാണ്. ഒന്നെങ്കിൽ ബ്രേക്ക് ത്രൂ കൊണ്ടുവരും അല്ലെങ്കിൽ ചെണ്ടയാണ്. മറ്റേ മില്ലറിനെതിരെയൊക്കെ അണ്ണൻ എങ്ങനെയൊക്കെ ജയിപ്പിച്ചു വിട്ടുന്നത് ഇന്നൊക്കെ നല്ലോണം അടി കിട്ടിയിട്ടുണ്ട്. റബാഡ കിട്ടുമായിരുന്നു കേട്ടോ, സമ്മതിച്ചതിനെ പറ്റൂ. പക്ഷെ അവരെ ഓർക്കണായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോൾ തിരിച്ച് ഇതേപോലെ കിട്ടുന്നു. അതേപോലെ തന്നെ കിട്ടി. ചെറിയ മാർജിനിലുള്ള വൺ മാർജിനിലാണ് ജയിച്ചിരിക്കുന്നത്. ഡെഫിനറ്റ്ലി മുംബൈ ഇന്ത്യൻസ് അടിവാരത്ത് നിൽക്കേണ്ട ടീമല്ല. അടിവാരൊക്കെ കൊൽക്കത്തയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഇന്നത്തെ കളി നല്ല രസമുണ്ടായിരുന്നു. പേഴ്സണലി ഞാൻ എൻജോയ് ചെയ്തു. ഐ റിയലി വാണ്ടഡ് മുംബൈ ഇന്ത്യൻസ് ടു വിൻ. അതേപോലെ തന്നെ നടന്നു. ഹാപ്പി